വെൽക്കം ടു സൗഖ്യത. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടുള്ള വിഭവമാണ്. മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങളുടെ സീരീസിൽ ഇന്ന് തയ്യാറാക്കുന്നത് ചാമ കൊണ്ടുള്ള ഇതാണ് ചാമ. എല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അരി വളരെയധികം കഴുകി കുതിർത്ത തരിയില്ലാതെ പൊടിച്ച് വെച്ച ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ച് വെച്ചതാണ്. ഇതുകൊണ്ടുള്ള അവലൂസ് പൊടിയാണ് തയ്യാറാക്കുന്നത്. ഈ കപ്പിൽ 4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, തരിയില്ലാത്ത. 2 കപ്പ് തേങ്ങ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഉപ്പ്, 8-10 ഏലക്ക പൊടിച്ചത്, പിന്നീട് ജീരകം വറുത്ത് പൊടിച്ചത്. എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്കത് മാവ് പാത്രം വയ്ക്കാം. അതോടൊപ്പം തേങ്ങ, ഉപ്പ്, അപ്പോൾ മാവിട്ടു. അതിലേക്ക് പകുതിയോളം തേങ്ങ, ഉപ്പ്, ലാസ്റ്റ് ഏലക്ക ചേർക്കാം. നന്നായിട്ട് മൂക്കണം. അരിമാവ് കൊണ്ടാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. അവലൂസ് പണ്ട് വരെ ഉണ്ടാക്കുന്ന പലഹാരമാണ്. ഇപ്പോൾ ചാമയരി കൊണ്ടാണ് പൊടിച്ചാണ് തയ്യാറാക്കുന്നത്. ഇത് നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ അവലൂസ് പൊടി ഇരുന്നാൽ ചീത്തയാവും. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളൊന്നുമില്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ച് പഴമൊക്കെ ഇട്ട് കുതിർത്ത് കുട്ടികൾക്കും പ്രായവർക്കും ഉപയോഗിക്കാം. പെട്ടെന്ന് വിശക്കില്ല ഇത് കഴിച്ചാൽ. മാവ് തേങ്ങ ചേർന്ന മിക്സ് നന്നായി ഇളക്കണം. അടി പിടിക്കാൻ നന്നായിട്ട് ചൂട് കട്ടിയുള്ള അലുമിനിയം പാത്രത്തിൽ നോൺ സ്റ്റിക്കിൽ വേണം ചെയ്യാൻ. നന്നായിട്ട് മൂക്കണം. മൂത്ത് വരുന്ന ഏലക്ക ചേർത്തു. മാവിനോടെ ചേർത്താണ് ഞാൻ ഏലക്ക ഇട്ടത്. ഇനി വളരെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കണം, അടി പിടിക്കാതിരിക്കാൻ. ഏല നന്നായിട്ട് മൂക്കുമ്പോൾ ഏലക്കയുടെ മണം നല്ലവണ്ണം മണം വരും. 8-10 ഏലക്ക ഞാൻ ചേർത്തു. വറുത്ത് പൊടിച്ച ജീരകം ചേർക്കുകയാണ്. പൊടിക്കാത്ത ജീരകവും ചേർക്കാം. അപ്പോൾ മാവിലേക്ക് തേങ്ങ, ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, ഇത്രയൊക്കെ ചേർത്തു. അപ്പോൾ ജീരകവും ഏലക്കയും ചേരുമ്പോൾ നല്ല മണം വരും. ജീരകവും ഏലക്കയും തേങ്ങയും ചേർന്ന അവലൂസ് പൊടി ഏകദേശം പാകമായി. ഇത് അരി കൊണ്ടുള്ള അവലൂസ് പൊടിയേക്കാൾ കുറച്ചുകൂടെ വളരെ പോഷക പ്രാധാന്യമുള്ളതാണ്. ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. നമുക്കത് വാങ്ങി വയ്ക്കാം പാകമായി. അങ്ങനെ നമ്മുടെ അവലൂസ് പൊടി തയ്യാറായി. ഇത് നല്ല ഫ്ലേവറുണ്ട്, നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇത് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കാം, കുറേശ്ശെ ആവശ്യത്തിൽ എടുക്കാം എല്ലാം. അടുത്തതായി നമ്മൾ ഈ അവലൂസ് പൊടി ഉപയോഗിച്ച് തന്നെ എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മൾ ജീരകവും ഏലക്കയും തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ച ചാമ പൊടി കൊണ്ടുള്ള അവലൂസ് പൊടി, ഇതിലേക്ക് ശർക്കര പാവാക്കി അരിച്ചു വെച്ചതാണ്. ശർക്കര പാവാക്കി അരിച്ച് ചൂടാക്കിയതാണ്. ആവശ്യത്തിന് ഒഴിക്കാം. ചൂടോടെ ഒഴിക്കണം.
കുറച്ച് നെയ്യും കൂടി ചേർക്കാം, രുചിക്കും സോഫ്റ്റ്നെസ്സിനും വേണ്ടി. പിസ്സ ചൂടോടെ ഉരുട്ടുകയാണ്, ചൂടോടെ തന്നെ ഉരുട്ടണം. കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് മാവ് കൂടുതലും പാവ് കട്ടിയായിട്ട് ചേർക്കണം. ഇത് സോഫ്റ്റാണ്, അപ്പോൾ കടിക്കാനും എളുപ്പമാണ്. ചെറു ചൂടുണ്ട്, ഉരുട്ടാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും ചോറ് കിട്ടിയാലേ നന്നായിട്ട് ഉരുണ്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ 2 വിഭവങ്ങളും തയ്യാറായി. ഒന്ന് ചാമ പൊടി കൊണ്ടുള്ള ഒരു സൊടി, അടുത്തത് അതേ മാവിൽ നിന്ന് തന്നെ ശർക്കര ചേർത്ത അരിയുണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.